എറണാകുളത്ത് NCC ക്യാമ്പിലുണ്ടായ ഭക്ഷ്യവിഷബാധയിൽ അന്വേഷണത്തിന് ബ്രിഗേഡിയർ റാങ്കിലുള്ള ഓഫീസർ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി. കൊല്ലം NCC ഗ്രൂപ്പ് കമാൻഡന്റ് സുരേഷ് ജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഉണ്ടാവുക. ഇതിനിടെ ഭക്ഷ്യവിഷബാധയെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ SFI നേതാക്കൾക്കെതിരെയും കളമശ്ശേരിയിലെ BJP കൗൺസിലർമാർക്കെതിരെയും പോലീസ് കേസെടുത്തു. വീടുകളിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികളോട് ക്യാമ്പിൽ തിരിച്ചെത്താൻ അധികൃതർ നിർദ്ദേശം നൽകി. ഭക്ഷ്യവിഷബാധയേറ്റ 80-ലധികം വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നവമി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ ഒരു ഭക്ഷ്യവിഷബാധ ഏറ്റ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. NCC ഗ്രൂപ്പ് കമാൻഡർ സുരേഷ് ജിക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റത്, എന്ത് ആഹാരം കഴിച്ചതിലാണ്? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 10 ദിവസത്തെ ക്യാമ്പാണ്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും കുട്ടികൾക്ക് ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും എത്രയും വേഗം ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കരസേന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്നലെ നടന്ന സംഘർഷത്തിൽ, അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കുട്ടികൾക്ക് ഈ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നു. ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും മറ്റ് ആശുപത്രികളിലും ഒക്കെ ആയിട്ട് പ്രവേശിക്കുന്നു. ആശങ്ക അറിയിച്ചുകൊണ്ട് കോളേജിലെത്തിയ വിദ്യാർത്ഥികളെ ഈ കരസേന ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ തർക്കം നിലനിന്നിരുന്നു. ആ സമയത്ത് ചില SFI നേതാക്കളും BJP നേതാക്കളും ഒക്കെ അവിടെ എത്തുകയും പ്രവർത്തകരുമൊക്കെ അവിടെ എത്തുകയും അവിടെ വലിയ രീതിയിൽ ഈ കരസേന ഉദ്യോഗസ്ഥരെയും ഈ രക്ഷിതാക്കളും ഒക്കെ ആയിട്ട് വലിയൊരു വാക്കുതർക്കം നിലനിന്നിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില SFI നേതാക്കൾക്കെതിരെയും BJP കൗൺസിലർക്കെതിരെയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇവിടെ SFI പ്രവർത്തകർ ഇവിടെ എത്തി അവിടെ ഈ പ്രശ്നങ്ങൾ വഷളാക്കുകയും ചില കാര്യങ്ങൾ അനാവശ്യമായി പെരുമാറുകയും ചെയ്തു എന്നുകൂടി ഈ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇവർക്കെതിരെ ഈ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി കൂട്ടം ചേരുന്നതിനും സംഘർഷമുണ്ടാക്കിയതിനുമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിൽ SFI നേതാവായിട്ടുള്ള വനിതാ നേതാവായ ഭാഗ്യലക്ഷ്മിയാണ് ഒന്നാം പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഇന്നലെ ഏകദേശം 70ഓളം വിദ്യാർത്ഥികളായിരുന്നു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. ഇവരെല്ലാം ആശുപത്രി വിട്ടു, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. 2 ദിവസത്തെ അവധിക്ക് ശേഷം 28-ാം തീയതി വീണ്ടും ക്യാമ്പ് തുറന്ന് പ്രവർത്തിക്കും. ക്യാമ്പ് പുനരാരംഭിക്കും. 26-ാം തീയതി ക്യാമ്പ് പുനരാരംഭിക്കും എന്ന് കൂടി NCCയുടെ ഭാഗത്തു നിന്നും റിപ്പോർട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ കുട്ടികളോടൊക്കെ ക്യാമ്പിൽ പോയ കുട്ടികളോടൊക്കെ തിരിച്ചെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയുള്ള അന്വേഷണം അതിപ്പോൾ ഇപ്പോൾ നേരിട്ടൊരു വലിയ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് മുൻപ് നേരത്തെ നടന്ന അന്വേഷണത്തിലൊക്കെ എന്താണ് ഒരു വ്യക്തതയിലേക്ക് വന്നിരിക്കുന്നത്? ഒരു ഭക്ഷ്യവിഷബാധ രീതിയിൽ കാര്യക്ഷമമല്ലാത്ത രീതിയിൽ അശ്രദ്ധമായി ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിലുള്ള പരിണിത ഫലമാണെന്നത് വ്യക്തമാണ്. ഈ കുട്ടികളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് നവമി? രഞ്ജിത്ത്, ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം മാതാപിതാക്കളോടൊപ്പം ഒരു വിഭാഗം കുട്ടികൾ പോയിരുന്നു. ഏകദേശം 500-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതിൽ പകുതിയോളം കുട്ടികൾ ഇന്നലെ മാതാപിതാക്കളോടൊപ്പം തിരിച്ചു പോയിരുന്നു. പലരും ആശങ്കപ്പെട്ട് ഇന്ന് രാവിലെ മാതാപിതാക്കൾ വരികയും അവരോടൊപ്പം കുട്ടികൾ പലരും തിരിച്ചു പോവുകയും ചെയ്തു. ആശുപത്രിയിലുള്ള വിദ്യാർത്ഥികളുമൊക്കെ ഡിസ്ചാർജായി, അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അവർ വീട്ടിലേക്ക് പോയിരുന്നു. പക്ഷേ ഈ NCCയിൽ നിന്നും നേതൃത്വത്തിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അവരോട് നിർദ്ദേശം നൽകിയത് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ തിരിച്ച് ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യണമെന്നാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ സർട്ടിഫിക്കറ്റിനെ അത് ബാധിക്കും. കാരണം ഈ NCC നമുക്കറിയാം, ഈ 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾക്ക് മാർക്കിൽ നിർണായകമാകുന്ന ഒരു സ്ഥാനം വഹിക്കുന്ന കൂടിയാണ് NCC. ആ ഒരു ഘട്ടത്തിൽ ഈ ക്യാമ്പ് പുനരാരംഭിച്ചേ മതിയാകൂ, ഇല്ലെങ്കിൽ ഇവരുടെ മാർക്കിനെ പോലും ഇത് ബാധിക്കും. അതുകൊണ്ട് എത്രയും വേഗം തിരിച്ചെത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ജില്ലാ കളക്ടർ ഇടപെട്ട് അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി, കുട്ടികളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പുനരാരംഭിച്ചാൽ മതി എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ 2 ദിവസത്തെ സാവകാശം കൂടി കുട്ടികൾക്ക് നൽകിയത്. 2 ദിവസത്തെ സാവകാശത്തിന് ശേഷം 26-ാം തീയതി വീണ്ടും ക്യാമ്പ് പുനരാരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാവിലെയോടുകൂടി തന്നെ എല്ലാവരും ആശുപത്രി വിടുകയും ചെയ്തു. വയറിളക്കവും ഛർദിലും നിർജ്ജലീകരണവുമായിട്ടായിരുന്നു വിദ്യാർത്ഥികളൊക്കെ ആശുപത്രിയിലായത്. പലർക്കും വലിയ രീതിയിൽ ആശങ്ക വന്നിരുന്നു. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ കൂടി പല വിദ്യാർത്ഥികളും വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും NCC ക്യാമ്പിലെ ഭക്ഷ്യവിഷബാധ അന്വേഷിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.